നമസ്കാരം. ആ, പൊതുവേ ഞാൻ കാണുന്നത് എൻ്റെ ഒരു ഒപ്പീനിയനാണ്. നമ്മുടെ കേരളത്തിലെ കുട്ടികൾ അങ്ങനെ അങ്ങനെ കാര്യമായിട്ട് പഠനത്തിൻ്റെ ഇതിൽ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളത്. എല്ലാവരും അല്ല, ലൈക്ക് വളരെയധികം ഈ ടൂൾസൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ടൂൾസ് എങ്ങനെ യൂസ് ചെയ്യാം? ഏറ്റവും ജനറലായിട്ട് നമുക്ക് ChatGPT യൂസ് ചെയ്യാം. ഓക്കെ, ഓവർ ദ കോഴ്സ് ഓഫ് അതർ വീഡിയോസ് ഐ വിൽ ഷോ യു എങ്ങനെയാണ് അതർ ടൂൾസ് യൂസ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നമുക്ക് ChatGPT എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് കാണാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ChatGPTയെ തുറക്കുകയാണ്. ഓക്കെ, അത് കഴിഞ്ഞ് ഞാൻ CBSE മാത്തിലെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ വെറുതെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് തുറക്കുന്നു, ഞാൻ അതിലേക്ക് ഇതാ സ്ക്രീൻഷോട്ട് കൊടുക്കുന്നു. അപ്പോൾ ലൈക്ക് വിൽ വെയിറ്റ് ഫോർ സം ടൈം, ലൈക്ക് ഓൾമോസ്റ്റ് ഹാഫ് എ മിനിറ്റ് ഇത് തിങ്ക് ചെയ്യും, എന്നിട്ട് നമുക്ക് അതിൻ്റെ ആൻസർ തരും. അപ്പോൾ ഇതിൻ്റെ ഈ ടൂളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇനി വേണമെങ്കിൽ ഇതിനോട് തന്നെ ചോദിക്കാം, ഇത് യൂസ് ചെയ്ത സ്റ്റെപ്സ് എന്താണ്, കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ പറ്റുമോ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. നമുക്ക് ഈവൻ വേണമെങ്കിൽ ഓഡിയോ ആയിട്ട് തന്നെ ചോദിക്കാം, അത് വേറൊരു വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഇതിൻ്റെ സിമ്പിൾ ഇതെന്താണെന്ന് വെച്ചാൽ, നമുക്ക് ChatGPT ആസ് എ ടൂൾ നമുക്ക് എങ്ങനെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. കാരണം നമ്മൾ കുറേ പേര് ഇതിനെ അങ്ങനെ എഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്യുന്നില്ല. കുട്ടികളുടെ ഫോൺ കിട്ടിയാൽ അവർ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യാതെ തന്നെ ഇതിനകത്ത് ഇങ്ങനത്തെ എഫക്റ്റീവായിട്ടുള്ള ടൂൾസ് ആൻഡ് ടേക്ക് ഓവർ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ പോലും എയ്ക്ക് നമുക്ക് വാല്യൂ അഡീഷൻ, നമ്മുടെ ലൈഫിലേക്ക് എന്തോരം വാല്യൂ ആഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും കൂടെ ഒരു എക്സാമ്പിളാണ് ഇങ്ങനത്തെ ടൂൾസ്. നമുക്ക് പഠനത്തിന് വളരെയധികം കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ യൂസ് ചെയ്യാറുണ്ട്. നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ബെറ്റർ ദാൻ ഗൂഗിളിങ് നമുക്ക് ChatGPT ആണ് ബെറ്റർ. നമുക്ക് കോണ്ടെക്സ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കാം, ഇന്ന സ്ഥലത്തു നിന്ന് എനിക്ക് നോക്കണം എന്ന് പറയാം, വേണമെങ്കിൽ പല ലിങ്ക്സും ഇതിലേക്ക് കൊടുക്കാം, എന്നിട്ട് ഇത് പഠിച്ചിട്ട് എനിക്ക് ഇതിനൊരു സമ്മറി തരാൻ പറയാം. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഓക്കെ, താങ്ക്സ്, അത് പറയാൻ വേണ്ടിയായിരുന്നു.